ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുനോട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 7ാമത്തെ പാഠമാണ്. മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിലെ മലയാളം ക്ലാസ് അതായത് മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ട മലയാളം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെരുക്കൽ പെരുമ എന്നുള്ള ചാപ്റ്റർ അത് ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വീഡിയോ കാണാനായിട്ട് പറ്റും കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, അയനിമല LP സ്കൂളിൽ ഒരു ലേണിംഗ് എയ്ഡ് വർക്ക്ഷോപ്പ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? കുട്ടികളും അച്ഛനും പാരൻസും ടീച്ചേഴ്സും കൂടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ദ ചിൽഡ്രൻ ആൻഡ് ടീച്ചേഴ്സ് ഓഫ് അയനിമല LP സ്കൂൾ ആർ പ്രിപ്പയറിംഗ് മാത്ത് ബോക്സസ്. അയനിമല LP സ്കൂളിലെ കുട്ടികളും ടീച്ചറും അതുപോലെ പാരൻസും കൂടിയിട്ട് മാത്ത് ബോക്സസ് ഉണ്ടാക്കുകയാണ്. മേധാസ് മാത്ത് ബോക്സ്. മേധയുടെ കണക്കുകൂട്ടിയിൽ എന്താണുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. സി ദ ടോക്കൺ ബോർഡ് ഇൻ ദ മാത്ത് ബോക്സ് മേധ മേഡ്. മേധ ഉണ്ടാക്കിയ ഈ മാത്ത് ബോക്സിലുള്ള ടോക്കണുകൾ നോക്കൂ. 1 2 3 റോസ് ഉണ്ട്. ഓരോ റോസിലും എത്ര വീതം ഉണ്ട്? എത്ര ടോക്കൺസ് വീതമുണ്ട്? 1 2 3 4 5 6 7 8 റോസ് വീതമുണ്ട്. അതായത് ഫസ്റ്റ് റോയിൽ 8 ടോക്കൺ, സെക്കൻഡ് റോയിലും 8 ടോക്കൺസ്, തേർഡ് റോയിലും 8 ടോക്കൺസ്. അപ്പോൾ ടോട്ടൽ റോസ് 3 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺസ് എത്രയാണ്? 8 + 8 + 8 അല്ലെങ്കിൽ 3 × 8 എന്നും പറയാം നമുക്ക്. 24 ആണ്. 3 rows with 8 tokens in each. How many tokens in all? 3 റോയ്സിൽ 8 ടോക്കൺസ് വീതമാണുള്ളത്. ആകെ എത്ര ടോക്കൺസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് 8 + 8 + 8. നമ്മൾ പറഞ്ഞു 3 തവണ 8 ആഡ് ചെയ്യുക. അത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പറയുമ്പോൾ 3 × 8 അല്ലെങ്കിൽ 3 × 8 എന്ന് പറയുന്നതും രണ്ടും എന്താണ് ആൻസർ? 24 ആണ്. മാധവ്സ് മാത്ത് ബോക്സ്. ഇനി മാധവിൻ്റെ മാത്ത് ബോക്സ് നോക്കി എങ്ങനെയാണെന്ന്. മാധവ് മേഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോക്കൺ ബോർഡ്. ഹൗ മെനി ടോക്കൺസ് ആർ ഇൻ ഇറ്റ്? മാധവ് വേറെ രീതിക്കാണ് ടോക്കൺ ബോർഡ് ഉണ്ടാക്കിയത്. നോക്കൂ, അവിടെ 3 3 3 എത്ര 3 ഉണ്ട്? 1 2 3 4 5 6 7 8 ടൈംസ് 3 ആക്കി അല്ലേ. അതായത് 8 ഗ്രൂപ്പ്സ് ഓഫ് 3 ആക്കി. 8 ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിലും 3 വീതമാണ് ഉള്ളത്. സോ അതിനെ 3 + 3 + 3 + അങ്ങനെ 8 ടൈംസ് നമുക്ക് ആഡ് ചെയ്യാം 3. അതിനെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഭാഷയിൽ നമുക്ക് 3 × 8 എന്നെഴുതാം, അല്ലെങ്കിൽ 3 × 8 എന്നെഴുതാം. 3 rows with 8 tokens in each. എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ ആള് 3 വരികളാണുള്ളത്, ഓരോന്നിലും 8 വീതം. അതാകുമ്പോൾ ഇങ്ങനെതാ ഇതുപോലെയാണ് റോ വരിക. ഓരോന്നിലും 8 വീതമല്ലേ ഉള്ളത്. അപ്പോൾ 3 × 8 ദാറ്റ് മീൻസ് 3 × 8 = 24. ഇനി മാധവ് എന്താ പറയുന്നത്? 8 rows with 3 tokens in each. അതായത് 8 വരികളാണുള്ളത്, ഓരോന്നിലും 3 വീതം. അതും കറക്റ്റാണ് അല്ലേ. 8 rows ആണ് ഉള്ളത്, അതിൽ ഓരോന്നിലും 3 വീതമാണുള്ളത്. 8 × 3 എന്ന് നമുക്കതിനെ പറയാം. 8 × 3 = 24. 3 × 8 and 8 × 3 are 24, റൈറ്റ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാൽ എന്താണ്? അതിൻ്റെ ആൻസർ മാറാനായിട്ട് പോകുന്നില്ല. 3 × 8 = 8 × 3 = 24. 3 × 8 എന്ന് എഴുതിയാലും 8 × 3 എന്ന് എഴുതിയാലും ആൻസർ നമുക്ക് 24 തന്നെയാണ് കിട്ടുന്നത്. See how CU arranged 24 tokens in yet another way. CU 24 ടോക്കൺസ് വേറെ രീതിക്കാണ് അറേഞ്ച് ചെയ്തത്. എങ്ങനെയാണ് നോക്കൂ. 3 groups of 8 ആണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, 3 ടൈംസ് 8 ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ 3 × 8 നമുക്കതിനെ എഴുതാം. ഇനി മറ്റൊരു രീതിക്ക് എന്താണ്? ഈ 8നെ 4 + 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് 4 8 + 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കൂ, 1 2 3 4 5 6 ഗ്രൂപ്പ്സ് വരും അല്ലേ. നോക്കൂ, ആദ്യത്തെ 8നെ 1 2 അങ്ങനെ 2 ഗ്രൂപ്പാക്കി, രണ്ടാമത്തെ 8നെയും 2 ഗ്രൂപ്പാക്കിയിട്ട് മാറ്റി. പിന്നെ അതുപോലെ മൂന്നാമത്തെ ഗ്രൂപ്പിനെയും 4 വീതമുള്ള 2 ഗ്രൂപ്പാക്കിയിട്ട് മാറ്റി. അപ്പോൾ അതിനെ നമ്മൾ 3 × 2 × 4 എന്ന് എഴുതി. അതായത് 3 groups of 2 × 4. നോക്കൂ, 3 ഗ്രൂപ്പ്, പിന്നെ രണ്ടാമത്തെ മറ്റൊരു 2 × 4ൻ്റെ മറ്റൊരു ഗ്രൂപ്പ്, അതുപോലെ മൂന്നാമത്തെ 2 × 4ൻ്റെ മറ്റൊരു ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് 3 × 2 × 4 എന്ന് എഴുതി വയ്ക്കാം.
അപ്പോൾ ഈ 3 × 8 എന്ന് പറയുന്നതും 3 × 2 × 4 എന്ന് പറയുന്നതും സെയിം ആണ്, ഈക്വൽ ആണ്. ഇവിടെ സത്യം പറഞ്ഞാൽ 8നെയാണ് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് 2 × 4 എന്നാക്കി മാറ്റിയിട്ടുള്ളത്. 8നെ നമുക്ക് 2 × 4 എന്ന് എഴുതിക്കൂടെ? അതാണ് ഇവിടെ മാറ്റിയിട്ടുള്ളത്. 8നെ ഒന്നുകൂടെ ചെറുതാക്കി എഴുതിയിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി 24 ടോക്കൺസ് ക്യാൻ ബി അറേഞ്ച്ഡ് ലൈക്ക് ദിസ് ഓൾസോ, റൈറ്റ്? നോക്കൂ, ഇങ്ങനെ നമുക്ക് 24 ടോക്കൺസിനെ അറേഞ്ച് ചെയ്യാം. ഒന്നാമത്തേത് 6 6 6 6 അല്ലെ, 4 റോസ് ഉണ്ട്. ഓരോ റോയിലും 6 എന്താ പറയുക ബട്ടൺസ് വീതമാണ് ഉള്ളത്. പിന്നെ അതിന് നമുക്കപ്പോൾ 4 × 6 എന്ന് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നു, രണ്ടാമത്തേതിൽ 6നെ വീണ്ടും 3 3 ആക്കിയിട്ട് മാറ്റി. അതായത് നമ്മൾ നേരത്തെ 8നെ 2 × 4 എന്നാക്കിയതുപോലെ, അല്ലെങ്കിൽ 4 + 4 ആക്കിയതുപോലെ 6നെ എന്ത് ചെയ്തു, 3യുടെ ഒരു ഗ്രൂപ്പും അതുപോലെ 3യുടെ വേറൊരു ഗ്രൂപ്പും ആക്കിയിട്ട് മാറ്റി. അപ്പൊ നമുക്ക് എത്ര റോസ് വരും ആകെ? 1 2 3 4 5 6 7 8 വരും അല്ലേ? 8 ഗ്രൂപ്പ്സ് ഓഫ് 3 ആണ് വരുന്നത്. ആദ്യത്തേത് 4 ഗ്രൂപ്പ്സ് ഓഫ് 6 ആയിരുന്നു, രണ്ടാമത്തേത് 8 ഗ്രൂപ്പ്സ് ഓഫ് 3 ആണ് വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 × 4 × 3 എന്ന് എഴുതുന്നു. അതായത് 4 × 3യുടെ 2 ഗ്രൂപ്പുകളാണ് നമുക്ക് വരുന്നത്. 4 ഗ്രൂപ്പ്സ് ഓഫ് 3യുടെ 2 ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. 4 × 6 = 2 × 4 × 3. ഇവിടെ 6നെ നമ്മൾ 2 × 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് ഡിസോർഡർ ആക്കിയിട്ട് 4 × 2 × 3 എന്നുള്ളത് 2 × 4 × 3 എന്ന് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. If there are 4 rows with 8 tokens in each, how many tokens are there in all? ഇനി 8 റോസ് ഉണ്ട്, 4 റോസ് ഉണ്ട്, 8 ടോക്കൺസ് വീതമുള്ള 4 റോസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 4 ഗ്രൂപ്പ്സ് ഓഫ് 8 ആണ് കേട്ടോ. സോ 8 4 ടൈംസ് നമ്മൾ ആഡ് ചെയ്യണം. അതായത് 8 + 8 + 8 + 8. അതിന് തന്നെയാണ് നമ്മൾ 4 × 8 എന്ന് എഴുതുന്നത്, അല്ലെങ്കിൽ 8 × 4 എന്ന് എഴുതുന്നത്, which is equal to 32 ആണ്. ഇനി 4 × 8നെ നമുക്ക് എങ്ങനെ ചെറുതാക്കി എഴുതാം? 2 × -. 4 × 8ന് നമുക്ക് 4 × 8നെ നമ്മൾ 2 × 4 എന്ന് എഴുതി. അപ്പോൾ ഇതിലുള്ള ഈ 2നെ ആദ്യം എഴുതിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ബാക്കി 2 × 4 × 4 എന്ന് എഴുതാം. 4 × 8 = 2 × 4 × 4. വാട്ട് അബൌട്ട് 6 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്? ഇനി 6 റോസ് ഉണ്ട്, അതായത് 6 റോസ് ഉണ്ട്, ഓരോന്നിലും 8 ടോക്കൺസ് വീതം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം 4 × 8 എന്ന് പറഞ്ഞാൽ 32 ആണ്, നമ്മൾ തൊട്ട് മുൻപ് ചെയ്തു. 2 × 8 എന്ന് പറഞ്ഞാൽ 16 ആണ്, അതായത് 4 റോസിൻ്റേത് 32 ആണ്. പിന്നെ ബാക്കി 6 റോസ് ആവണമെങ്കിൽ 2 റോസും കൂടെ വേണ്ടേ. സോ 2 × 8 16 ആണ്. അപ്പോൾ 32 + 16 = 48 ആണ്. 2 + 6 8 ആണ്, 3 + 1 4 ആണ്. സോ 48 ആണ് ആൻസർ. അതാണ് 6 × 8ന്റെ ആൻസർ വരുന്നത്. സോ 6 × 8 എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെറുതാക്കി എഴുതാം? 6 × 8നെ 2 × 4 എന്ന് എഴുതാം. 6 × 2 × 4. റെക്ടാങ്കിൾ വിത്ത് ടോക്കൺസ്. സി ശ്രവ്യാസ് ടോക്കൺ ബോർഡ്. ശ്രവ്യ ഉണ്ടാക്കിയ ടോക്കൺ ബോർഡ് നോക്കൂ. ഹൗ മെനി ടോക്കൺസ് ആർ ദെയർ ഇൻ ദ പിക്ചർ? പിക്ചറിൽ എത്ര ടോക്കൺസ് ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8. താഴേക്ക് 8 റോസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10 11 12 കോളംസും ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് ഒന്നുകിൽ 8 ഗ്രൂപ്പ്സ് ഓഫ് 12 എന്ന് പറയാം, അതല്ലെങ്കിൽ 12 ഗ്രൂപ്പ്സ് ഓഫ് 8 എന്നും പറയാം. 12 columns with 8 tokens in each. How about splitting 12 columns into 10 and 2? ഇപ്പോൾ നമ്മൾ പറഞ്ഞു 12 columns ആണുള്ളത്, ഓരോന്നിലും 8 ടോക്കൺസ് വീതമുള്ള 12 columns അല്ലേ? അപ്പോൾ ഈ 12നെ നമ്മൾ 2 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് 10ന്റെ ഒരു കോളമും 2യുടെ മറ്റൊരു കോളമും. 10ന്റേത് ഈ ഓറഞ്ച് ആണ്, 2യുടേത് ബ്ലൂ ആണ് കേട്ടോ. രണ്ടിലും 8 വീതം തന്നെയാണ് ഉള്ളത്. താഴേക്ക് എണ്ണി നോക്കുമ്പോൾ ഓറഞ്ച് ടോക്കൺസിലും 8 ഉണ്ട് താഴേക്ക്, അതായത് 8 ടോക്കൺസ് വീതമുണ്ട് ഓരോ കോളത്തിലും. ബ്ലൂയുടെ നോക്കുകയാണെങ്കിൽ, അതായത് ബ്ലൂയുടെയിലും 8 കോളംസ് വീതം, ബ്ലൂയുടേതിലും ഓരോ കോളത്തിലും 8 ടോക്കൺസ് വീതമാണ് ഉള്ളത്. ടോക്കൺസ് ഇൻ ദ ലാർജ് റെക്റ്റാങ്കിൾ. ലാർജ് റെക്റ്റാങ്കിളിലുള്ള ടോക്കൺസിന്റെ എണ്ണം കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ ഈ ലാർജ് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ഓറഞ്ച് കളറിലുള്ള ടോക്കൺസ് ആണ് കേട്ടോ. ടോക്കൺസ് ഇൻ എ കോളം. ഒരു കോളത്തിൽ എത്ര ടോക്കൺസ് ഉണ്ട്? 1 2 3 4 5 6 7 8 ടോക്കൺസ് ആണുള്ളത്. നമ്പർ ഓഫ് കോളംസ്, എത്ര കോളംസ് ഉണ്ടാകെ? 1 2 3 4 5 6 7 8 9 10.
10 കോളംസ് ആണ് ഉള്ളത്. സോ ടോട്ടൽ 10 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 80. മൾട്ടിപ്ലിക്കേഷൻ സുഖമല്ലേ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സുഖമല്ലേ? 1 ഇൻറ്റു 8 നോക്കുക, എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കുക. ഇനി ടോക്കൺസ് ഇൻ ദ സ്മോൾ റെക്റ്റാങ്കിൾ, ചെറിയ റെക്റ്റാങ്കിളിൽ, അതായത് ബ്ലൂ കളറിലുള്ള ടോക്കൺസ് ഉള്ള റെക്റ്റാങ്കിളിൽ ടോക്കൺസിൻ്റെ കോളം, ഒരു കോളത്തിൽ എത്ര ടോക്കൺസ് ഉണ്ട് എണ്ണി നോക്കൂ താഴേക്ക്. 1 2 3 4 5 6 7 8 ടോക്കൺസ് ആണുള്ളത്. നമ്പർ ഓഫ് കോളംസ് എത്രയെണ്ണം ഉണ്ട് നമ്മളത് പറഞ്ഞു, 1 2 ആണ് നമ്പർ ഓഫ് കോളംസ്. സോ ടോട്ടൽ എത്ര വരും? 2 ഇൻറ്റു 8. 2 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ? 16 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺസ് ഓൺ ദ ബോർഡ്. അപ്പോൾ ബോർഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺസ് എത്രയാണ്? ആദ്യത്തെ ഈ 10 ഇൻറ്റു 8ഉം പിന്നെയുള്ള ഈ 2 ഇൻറ്റു 8ഉം കൂടെ ആഡ് ചെയ്താൽ മതി. 10 ഇൻറ്റു 8 പ്ലസ് 2 ഇൻറ്റു 8. ഇവിടെ രണ്ടെണ്ണം ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് കണ്ടോ? 10 ഇൻറ്റു 8ഉം 2 ഇൻറ്റു 8ഉം ബ്രാക്കറ്റിലല്ല ഇട്ടിരിക്കുന്നത്. അതായത് ബ്രാക്കറ്റിലിട്ട വർക്ക് എന്താണോ അത് നമ്മൾ ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിലിട്ട ക്രിയ അല്ലെങ്കിൽ ബ്രാക്കറ്റിലിട്ട് ഇരിക്കുന്ന ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ആദ്യം ചെയ്യണം എന്നാണ് ഈ ബ്രാക്കറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. കണ്ടോ? 10 ഇൻറ്റു 8 എന്ന് വെച്ചാൽ 80, പിന്നെ 2 ഇൻറ്റു 8 എന്ന് വെച്ചാൽ 16. 80 പ്ലസ് 16 96 ആണ്. വി ക്യാൻ കാൽക്കുലേറ്റ് വിത്തൗട്ട് ടോക്കൺ ലൈക്ക് ദിസ്. ഇനി നമുക്ക് ടോക്കൺസ് ഇല്ലാതെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞു 10 കോളംസും 2 കോളംസും ആക്കി 12നെ മാറ്റി എഴുതിയല്ലേ? അപ്പോൾ 10 2 എന്ന് എഴുതി, അതായത് 10 പ്ലസ് 2 എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ 8നെ നമ്മൾ പൊതുവായിട്ട് 8 വീതമാണ് ഓരോന്നിനും ഉള്ളത്, അതുകൊണ്ട് നമ്മൾ 8 എന്ന് പൊതുവായിട്ട് എഴുതി. ഇനി നമുക്ക് ക്രോസ് ആയി ഗുണിക്കാം. 10 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 80 ആണ്. 2 ഇൻറ്റു 8 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 16. 80 പ്ലസ് 16 ഇസ് ഈക്വൽ ടു 96 ആണ്. ക്യാൻ ബി കാൽക്കുലേറ്റഡ് ലൈക്ക് ദിസ് ഓൾസോ. ഇങ്ങനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? 12 ഇൻറ്റു 8 എന്ന് എഴുതുക. 2 ഇൻറ്റു 8 16 ആണ്. 1 ഇൻറ്റു 8 80 ആണ്. 8 ആണ്. സോ ഇവിടെ 2 ഇൻറ്റു 8 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 8 ഇൻറ്റു 2 തന്നെയാണ്. 1 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ ശരിക്ക് 8 ഇൻറ്റു 10 ആണ് വരുന്നത്, അതായത് 80 ആണ്. സോ 16 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 96 ആണ്. To compute 12 into 8, we need only add the number got by multiplying 10 by 8 and the number got by multiplying 2 by 8. അപ്പോൾ 12 into 8 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10നെ 8 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ 2നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ രണ്ട് ആൻസേഴ്സും കൂടെ ആഡ് ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പം നമ്മൾ ചെയ്ത രീതിക്ക് ഇതും മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് 13 ഇൻറ്റു 5 ആണ്. അതിൽ 13നെ നമ്മൾ 10 പ്ലസ് 3 എന്ന് എഴുതി. ഇനി നമുക്ക് ക്രോസായി മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു എത്രയാണ്? 50 ആണ്. 3 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 15 ആണ്. സോ 50 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 65 ആണ് ആൻസർ. രണ്ടാമത്തേത് 23 ഇൻറ്റു 5 ആണ്. 23യെ നമ്മൾ 20 പ്ലസ് 3 അല്ലെങ്കിൽ 23 എന്ന് രണ്ടായിട്ട് എഴുതി 5നെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ഇൻറ്റു 5 100 ആണ്. നമുക്കറിയാം 2 ഇൻറ്റു 5 10 ആണ്. പിന്നെ 20ലെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. സോ 100 ആണ് ആൻസർ. 3 ഇൻറ്റു 5 15 ആണ്. സോ 100 പ്ലസ് 15 115 ആണ് ആൻസർ. Like this, represent 14 into 6 and 24 into 3 in your notebook. ഇതുപോലെ 14 into 6ഉം 24 into 3ഉം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് 14 into 6 ചെയ്യാം. അപ്പോൾ നമുക്ക് 14നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 4 എന്ന് മാറ്റി എഴുതാം. ഇനി 6 കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 into 6 is equal to 60. 4 into 6 is equal to 24. 60 plus 24 is equal to 84 ആണ് ആൻസർ. ഇനി രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? 24 ഇൻറ്റു 3. 24നെ നമ്മൾ 24 എന്ന് എഴുതി 3 വെച്ച് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 20 ഇൻറ്റു 3 60 ആണ്. 4 ഇൻറ്റു 3 12 ആണ്. സോ 60 പ്ലസ് 12 ഇസ് ഈക്വൽ ടു 72 ആണ് 24 ഇൻറ്റു 3യുടെ ആൻസർ വരുന്നത്. ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഇവിടെ നമുക്ക് കുറച്ച് മൾട്ടിപ്ലിക്കേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ചില പാർട്ടുകൾ മിസ്സിംഗ് ആണ്, അത് എഴുതി കൊടുക്കണം. 18 ഇൻറ്റു 5 ആണ് ആദ്യത്തേത്. 18നെ നമ്മൾ 10 പ്ലസ് 8 എന്നാക്കിയിട്ട് മാറ്റണം. എന്നിട്ട് 10നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 8നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 10 ഇൻറ്റു 5
അതുപോലെ 8 × 5 രണ്ടും ആദ്യം ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം കേട്ടോ. 10 × 5 50 ആണ്, 8 × 5 40 ആണ്. സോ 50 + 40 = 90 ആണ് ആൻസർ. ഇനി രണ്ടാമത്തേത് നോക്കൂ മക്കളെ, 16 × 5 ആണ്. അപ്പൊ നമ്മളിവിടെ 16 എങ്ങനെ എഴുതേണ്ടി വരും? 16 10 + 6 എന്ന് എഴുതേണ്ടി വരും അല്ലേ. 10 + 6 എന്ന് പറയുമ്പോൾ എന്നിട്ട് കോമൺ ആയിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 10നെയും 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 6നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. 10 × 5 + 6 × 5. 10 × 5 എന്ന് വെച്ചാൽ 50, 6 × 5 = 30. ആൻസർ 50 + 30 80 ആണ്. പിന്നെ 13 × ഡാഷ്, 13നെ ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ബ്രാക്കറ്റിൽ ഏത് നമ്പറാണോ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് അത് ഇവിടെ എഴുതി കൊടുത്താൽ മതി. നോക്കൂ, ബ്രാക്കറ്റിൽ 10 × 3യും ഡാഷ് × 3യും ആണുള്ളത്. സോ കോമൺ ആയിട്ട് 3 ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ 13 × 3 ആണ് കേട്ടോ വരിക. നമുക്കിനി 13നെ 10 + 3 എന്ന് മാറ്റി എഴുതാം. എന്നിട്ട് 10നെയും 3യെയും ഈ 3യുമായിട്ട് കോമൺ ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടും കൂടെ രണ്ട് ആൻസറും കൂടെ ആഡ് ചെയ്യുക. 10 × 3 30 ആണ്, 3 × 3 9 ആണ്. സോ 30 + 9 = 39 ആണ് ആൻസർ. പിന്നെ അടുത്തത് നോക്കൂ, ഏതോ ഒരു നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആ നമ്പർ ഏതാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ ബ്രാക്കറ്റിനുള്ളിൽ കോമൺ ആയിട്ടല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ആദ്യം വരുന്ന നമ്പർ. സോ ബ്രാക്കറ്റിലുള്ള നമ്പർ 10 × 4ഉം 3 × 4ഉം ആണ്. അപ്പോൾ 4 കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം. ബാക്കിയുള്ളത് 10ഉം 3യും ആണ്. സോ നമ്പർ ഈസ് 10 + 3 13 ആണ്. അപ്പോൾ 13 × 4 ആണ് ഇവിടെ വരുന്നത്. 13നെ 10 + 3 എന്ന് എഴുതി. 10 × 4 + 3 × 4. 10 × 4 = 40 ആണ്. 3 × 4 = 12 ആണ്. 40 + 12 = 52 ആണ് ആൻസർ. അവസാനത്തേത് നോക്കൂ, 10 × 7 + 3 × 7. എങ്ങനെ കാണാം മക്കളെ? കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 7 ആണല്ലേ. രണ്ടിനും 7 ഉണ്ട്. സോ 7 ആണ്. പിന്നെ 10ഉം 3യും ഉണ്ട്. അപ്പോൾ 10 + 3 ആയിരിക്കും, അതായത് 13 ആയിരിക്കും. സോ 13 × 7 ആണ് നമ്മുടെ ക്രിയ വരുന്നത്. 13നെ നമ്മൾ 10 + 3 എന്ന് എഴുതി, അതിനെ 10 × 7 എഴുതി, + 3 × 7 എന്ന് എഴുതി വെച്ചു. 10 × 7 70 ആണ്, + 3 × 7 21 ആണ്. 70 + 21 = 91 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ മക്കൾക്ക് മനസ്സിലായല്ലോ ഇത്. ഈ രീതിക്ക് ഏത് കണക്ക് വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. മൾട്ടിപ്ലിക്കേഷൻ ഈസ് സോ ഈസി. ക്യാൻ യു കാൽക്കുലേറ്റ് 15 × 30? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ നമുക്ക് 15 × 30 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് മക്കളെ? 15 × 30 = 15നെ നമ്മൾ 10 + 5 എന്ന് മാറ്റി എഴുതി. സോ 10 × 30 + 5 × 30. 10 × 30 ചെയ്യാൻ സുഖമല്ലേ? 10 × 3 അല്ലെങ്കിൽ 1 × 3 എന്ന് വെച്ചാൽ 3 ആണ്. പിന്നെ 10ൻ്റെയും 3യിലെയും ഉള്ള ഓരോ സീറോസ്, 2 0 3യിലേക്ക് ഇട്ട് കൊടുക്കുക. സോ 300 ആണ് ആൻസർ. 5 × 30, 5 × 3 എന്ന് വെച്ചാൽ 15 ആണ്. പിന്നെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 150 ആണ്. 300 + 150 = 450 ആണ്. ഇനി അതൊക്കെ ഇനി മറ്റൊരു രീതികൾ എന്തെങ്കിലും ഉണ്ടോ? വാട്ട് ഈസ് 15 × 3? 15 × 13 ആണ് ചെയ്യേണ്ടത്. സോ 15 × 3 എന്ന് വെച്ചാൽ എത്രയാണ്? 15 × 3 45 ആണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 15 × 30 എന്ന് പറയുമ്പോൾ 450 ആണ്. വാട്ട് ഈസ് 40 × 30? ഇതുപോലെ 40 × 30 എത്രയാണ്? നമുക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യം 4 × 3 എത്രയാണെന്ന് നോക്കുക. 4 × 3 12 ആണ്. പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. അതായത് 2 0 ഇടുക എന്ന് പറഞ്ഞാൽ 40യെയും 30യെയും 30യിലുള്ള 10ഉം 10ഉം ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10 × 10 = 100 ആണ്. സോ 100 × 12 അല്ലെങ്കിൽ 12 × 100 അല്ലെങ്കിൽ 40 × 30 = 1200 ആണ്. വാട്ട് ഈസ് 70 × 70? 70 × 70 എത്ര? ആദ്യം 7 × 7 എത്രയാണ്? 49 ആണ്. പിന്നെ അതിലുള്ള 10 × 10 എത്രയാണ്? 100 ആണ്. സോ 49 × 100 അല്ലെങ്കിൽ 70 × 70 എത്രയാണ്? 49 × 100 ചെയ്യാൻ സുഖമല്ലേ. 49 കഴിഞ്ഞിട്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി. 4900 ആണ് ആൻസർ. നൗ കാൻ't യു ഡു ദിസ് ഇൻ യുവർ ഹെഡ്? ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ളത്
മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. നോക്കൂ, ആദ്യത്തേത് 30 × 3 ആണ്. 30 × 3 നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം 3 × 3 ചെയ്യുക. 3 × 3 എന്ന് വെച്ചാൽ 9 ആണ്. എന്നിട്ട് ഈ 30 0 കൂടെ ഇട്ട് കൊടുക്കുക, 90. പിന്നെ 60 × 4, ഇപ്പൊ 60 0 മാറ്റി വെച്ചിട്ട് 6 × 4 ആദ്യം ചെയ്യുക. 6 × 4 = 24 ആണ്. പിന്നെ 60 × 4 എന്ന് പറയുമ്പോൾ അപ്പോൾ 240, ആ 0 ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് 50 × 3 ആണ്. 5 × 3 എന്ന് വെച്ചാൽ 15, 0 കൂടെ ഇട്ട് കൊടുത്താൽ 115. അവസാനത്തേത് 40 × 40 ആണ്. 4 × 4 എന്ന് വെച്ചാൽ 16 ആണ്. 10 × 10 എന്ന് വെച്ചാൽ 100. സോ 16 × 100 അല്ലെങ്കിൽ 40 × 40 = 1600 ആണ് ആൻസർ. Fill in the empty spaces. In how many ways can we arrange 24 tokens in rectangles? 24 tokens നമ്മൾ റെക്റ്റാങ്കിൾസിൽ അറേഞ്ച് ചെയ്തു അല്ലേ. അത് ഏതൊക്കെ രീതിക്കാണ് നമ്മൾ ചെയ്തത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് 3 × 8, അതിനെ നമുക്ക് തിരിച്ചു എഴുതാം 8 × 3 എന്നും എഴുതാം അല്ലേ. ഇനി നമുക്ക് 1നെ ഏതെങ്കിലും നമ്പർ വെച്ച് 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, 1 × 24 24 ആണ്. അപ്പം അതിനെ നമുക്ക് തിരിച്ചു എഴുതാം 24 × 1 എന്നും എഴുതാം. പിന്നെ 2 എന്നുള്ള നമ്പറിനെ ഏതെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 12 അല്ലെങ്കിൽ 2 × 12 24 ആണ്. പിന്നെ അതിനെ തിരിച്ചു എഴുതാം നമുക്ക് 12 × 2 24 ആണ്. പിന്നെ 3 വെച്ച് നമുക്ക് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 3 × 8 8 × 3 അല്ലേ. പിന്നെ 4 വെച്ച് നമുക്ക് ചെയ്യാം, 4 × 6 24 ആണ്. അതുപോലെ 6 × 4 24 ആണ്. അപ്പോൾ ഈ രീതിക്കൊക്കെ നമുക്ക് ടോക്കൺസ് അറേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ചെറിയ ഘടകങ്ങളാക്കി മാറ്റിയിരിക്കുന്നതാണ് നോക്കാനായിട്ട് പോകുന്നത്. 3 × 8 = 3 × -4. 8നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 3 × 2 × 4 = 24. ഇനി 2 × 12 = 2 × 4 × -24. 2 × 12 എന്ന് വെച്ചാൽ 24 ആണ്. 12നെ നമുക്ക് 4 × 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 2 × 4 × 3 എന്ന് മാറ്റി എഴുതാം. അടുത്തത് 2 × 12 -6 × -24. അപ്പോൾ നമുക്ക് 12നെ 6ൻ്റെതായിട്ട് എങ്ങനെ എഴുതാം? 6 × 2 ആണല്ലേ 12. സോ 2 × ഈ 2, ആദ്യത്തെ 2 ഏതാണ്? നമുക്ക് ഓൾറെഡി ഉള്ള 2 ആണ് കേട്ടോ. 2 × 12നെ പിന്നെ നമ്മൾ 6 × 2 എന്ന് മാറ്റി എഴുതി. പിന്നെ 4 × 6 = 4 × നമുക്ക് 6നെ 3 × 2 എന്ന് എഴുതാം. 3 × 2 = 24. 3 × 12 3 × 12 എന്ന് വെച്ചാൽ 36 ആണ്. ഇതിലെ 12നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 4 അല്ലെങ്കിൽ 4 × 3 എന്നാക്കാം. സോ 3 × 4 = 36. പിന്നെ 3 × 12, ഇതിന് നമുക്ക് 12നെ 2 × 6 എന്ന് എഴുതാം. സോ 3 × 12 = 3 × 2 × 6 = 36. Milk distribution. The Grama Panchayat donated glasses for milk distribution to Ainimala School. Ainimala സ്കൂളിലേക്ക് പാല് വിതരണത്തിനായിട്ട് ഗ്രാമപഞ്ചായത്ത് കുറച്ച് ഗ്ലാസുകൾ വിതരണം ചെയ്തു. There were 21 boxes with half a dozen glasses in each box. എത്രയാ കിട്ടിയത്? ഒരു ഹാഫ് ഡസനുള്ള അടങ്ങിയിരിക്കുന്ന 21 ബോക്സസ് ആണ് കിട്ടിയത്. ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദ സ്കൂൾ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ സ്കൂളിലേക്ക് ടോട്ടൽ എത്ര ഗ്ലാസുകൾ കിട്ടി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് 1 ഡസൺ എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ? 12 ആണ്. 1 ഡസൺ മീൻസ് 12. സോ ഹാഫ് എ ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12ൻ്റെ പകുതി ആയിരിക്കും, ഹാഫ് ആയിരിക്കും അല്ലേ. 1 ഡസൺ = 12 ആണ്. സോ ഹാഫ് ഡസൺ മീൻസ് 12ൻ്റെ പകുതി ആയിട്ടുള്ള 6 ആണ്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഗ്ലാസസ് എന്ന ബോക്സ്, ഒരു ബോക്സിലുള്ള ഗ്ലാസസ് എന്ന് പറയുന്നത് ഹാഫ് ഡസൺ ആണ്, അതായത് 6 ആണ്. ടോട്ടൽ ബോക്സസ് ഗിവൺ, ടോട്ടൽ കൊടുത്ത ബോക്സുകൾ എത്രയായിരുന്നു? 21 ബോക്സസ് ആയിരുന്നു. സോ ടോട്ടൽ എത്ര ഗ്ലാസുകൾ ഉണ്ട് അത് കാണാൻ 21 × 6 അല്ലെങ്കിൽ 6 × 21 ചെയ്താൽ മതി അല്ലേ. 21ന് നമുക്ക് 20 + 1 എന്ന് എഴുതാം. അതുകൊണ്ട് എന്നിട്ട് 20യെയും 1നെയും 6 വെച്ച് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 20 × 6 + 1 × 6, 2 × 6 12 ആണ്. സോ 20 × 6 120 ആണ്. പ്ലസ് 1 × 6 6 ആണ്. 120 + 6 = 126 ഗ്ലാസസ് ആണ് ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്.
The Grama Panchayat donated 9 boxes with 1 dozen glasses in each box to Puravanam school. ഇനി പുരവനം സ്കൂളിലേക്ക് 9 ബോക്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ബോക്സിലും 1 ഡസൺ ഗ്ലാസസ് വീതം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദേ ഗെറ്റ് ഇൻ ഓൾ? അവർക്ക് ടോട്ടൽ എത്ര ഗ്ലാസ് കിട്ടി എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? ഗ്ലാസസ് ഇൻ എ ബോക്സ്, ഒരു ബോക്സിലുള്ള ഗ്ലാസ്സുകൾ എന്ന് പറയുന്നത് 1 ഡസൺ ആയിരുന്നു. ദാറ്റ് മീൻസ് 12. ടോട്ടൽ ബോക്സസ് ഗിവൺ, ടോട്ടൽ കൊടുത്ത ബോക്സുകൾ 9 ആയിരുന്നു. സോ ടോട്ടൽ ഗ്ലാസസ് എത്രയാണ്? 12 into 9 ആണ്. 12നെ നമ്മൾ 10 + 2 എന്ന് എഴുതി, എന്നിട്ട് 9 വെച്ച് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തു. 10 into 9 + 2 into 9. 10 into 9 is equal to 90 ആണ്. 2 into 9 is equal to 18 ആണ്. സോ 90 + 18 108 ക്ലാസ്സസ് ആണ് ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പസിൽ കോർണർ. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 8 gives 120. What number do we get if the next number is multiplied by 8? ഒരു നമ്പറിനെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൻ്റെ തൊട്ടടുത്തുള്ള നമ്പറിനെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആഡ് ആവും എന്നാണ് ചോദ്യം. അതായത് 120ലേക്ക് എത്ര ആഡ് ആവും എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. നോക്കൂ, 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ വരുന്നത്. 8 വെച്ച് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു, 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 8 വീതം ആഡായി പോവുകയാണല്ലേ. 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 8 വീതം ആഡായി പോവുകയാണ്. സോ 8 ആയിരിക്കും ഇവിടെ ആഡ് ആവുന്നത്. ക്വസ്റ്റ്യൻ 2. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 4 gives 4172. What number do we get if the next number is multiplied by 4? ഏതോ ഒരു നമ്പറിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4172 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള നമ്പറിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. ഈ 4172ലേക്ക് ഒരു 4ഉം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. സോ 4176 ആയിരിക്കും കിട്ടുന്നത്. Third question. A number multiplied by 7 gives 238. What number do we get if the number before it is multiplied by 7? ഇനി ഏതോ ഒരു നമ്പറിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 238 കിട്ടി. അങ്ങനെയെങ്കിൽ ആ നമ്പറിൻ്റെ തൊട്ട് മുൻപുള്ള നമ്പറിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതുവരെ ശേഷമുള്ള നമ്പറായിരുന്നു കണ്ടിരുന്നത്. ശേഷമുള്ള നമ്പർ കാണാൻ ആ നമ്പർ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ തൊട്ട് മുൻപുള്ള നമ്പറിനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ 238ൽ നിന്ന് 7 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. 238 - 7 is equal to 231 ആണ് ആൻസർ. ഗ്രാമപഞ്ചായത്ത് 8. The Grama Panchayat donated new desks and chairs to Mitra School. ഗ്രാമപഞ്ചായത്ത് പുതിയ ഡെസ്കുകളും കസേരകളും മിത്രയുടെ സ്കൂളിലേക്ക് ഡൊണേറ്റ് ചെയ്തു. There were 4 chairs for each desk. ഓരോ ഡെസ്കിനും 4 കസേരകൾ 4 ചെയർ വീതമാണ് കൊടുത്തത്. The number of desks given to each class is given below. ഓരോ ക്ലാസ്സിനും കൊടുത്ത ഡെസ്കുകളുടെ എണ്ണം താഴെ തന്നിട്ടുണ്ട്. How many desks and chairs were given in all? ടോട്ടൽ എത്ര ഡെസ്കും ചെയറും കൊടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. സോ നോക്കൂ, ക്ലാസ് 1ന് 8 ഡെസ്ക് ആണ്, ക്ലാസ് 2ന് 7 ഡെസ്ക് ആണ്, ക്ലാസ് 3ലേക്ക് 9 ഡെസ്ക് ആണ് കൊടുത്തത്, ക്ലാസ് 4ലേക്ക് 5 ഡെസ്കുകളാണ് കൊടുത്തത്. സോ ടോട്ടൽ എത്രയാണ് ഡെസ്കുകൾ? 8 + 7 + 9 + 5 is equal to ടോട്ടൽ 29 ഡെസ്ക്സ് ആണ് കൊടുത്തത്. ഇനി ടോട്ടൽ എത്ര ചെയർ കൊടുത്തു? നമുക്കറിയാം, ചെയേഴ്സ് ഫോർ എ ഡെസ്ക്, ഒരു ഡെസ്കിന് കൊടുത്ത ചെയറുകൾ 4 ആണ്, 4 ആണ്. ടോട്ടൽ ഡെസ്കുകൾ 29 ആണ്. സോ ടോട്ടൽ ചെയേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 4 × 29 അല്ലെങ്കിൽ 29 × 4 ചെയ്താൽ മതി. 29 × 4 ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 29നെ നമ്മൾ 20യും 9ഉം മാറ്റി എഴുതി 20 + 9 അല്ലേ. എന്നിട്ട് രണ്ടിനെയും 4 വെച്ച് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. 20 × 4 + 9 × 4. 20 × 4 കാണാൻ സുഖമല്ലേ. 2 × 4 8 ആണ്. സോ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക, 80. 9 × 4 36 ആണ്. 80 + 36 116 ആണ്. സോ ടോട്ടൽ ചെയേഴ്സ് 116 ആണ്. If 5 chairs are to be arranged with every desk, how many chairs are needed? How do we calculate? ഇനി 5 ചെയേഴ്സ് അറേഞ്ച് വീതം ഓരോ ഡെസ്കിലും 5 ചെയേഴ്സ് വീതം അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് എത്ര ചെയേഴ്സ് ആവശ്യമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഇതുവരെ 4 ചെയേഴ്സ് ആയിരുന്നു അല്ലേ അറേഞ്ച് ചെയ്തിരുന്നത്. ഇനി 5 ചെയേഴ്സ് ആണെങ്കിൽ എത്ര ചെയേഴ്സ് വേണ്ടി വരും എന്നാണ്
അപ്പൊ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ടോട്ടൽ ഡെസ്ക് എത്രയായിരുന്നു? 29 ആയിരുന്നു. ചെയേഴ്സ് ബിഹൈൻഡ് എ ഡെസ്ക്, ഒരു ഡെസ്കിന് പുറകിൽ ഇടേണ്ട ചെയറുകൾ 5 ആണ്. സോ ചെയേഴ്സ് ഫോർ 29 ഡെസ്ക്. അങ്ങനെയാണെങ്കിൽ 29 ഡെസ്കുകൾക്ക് എത്ര ചെയർ വേണം? കാരണം 5 × 29 ചെയ്താൽ മതി അല്ലേ. 29 നമുക്ക് 20 + 9 എന്ന് എഴുതാം. 20 × 5 + 9 × 5. 20 × 5 എത്രയാണ്? 2 × 5 10 ആണ്. 0 കൂടെ ഇട്ട് കൊടുക്കുക, 100 ആണ്. 9 × 5 45 ആണ്. സോ 100 + 45, 145 ചെയേഴ്സ് വേണ്ടി വരും. നെക്സ്റ്റ് നോക്കൂ, കണ്ടിന്യൂ ദ പാറ്റേൺ, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ. ഇവിടെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. ആ പാറ്റേൺ നോക്കിയിട്ട് അതിൻ്റെ ബന്ധം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഈ ബ്രാക്കറ്റിലുള്ളതൊക്കെ എന്താണ്? നമുക്ക് ആദ്യം ചെയ്യേണ്ട ക്രിയകളാണ് കേട്ടോ മക്കളെ. സോ 1 × 9, 1 × 9 എന്ന് വെച്ചാൽ 9. 9 + 1 = 10. 2 × 9 18. 18 + 2 = 20. 3 × 9 എത്രയാണ്? 27. 27 + 3 = 30. അതുപോലെ ലാസ്റ്റിലേക്ക് 10 × 9, 10 × 9 എത്രയാണ്? 90 ആണ്. 90 + ഡാഷ് = 100. 90ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് 100 ആവുക? 10 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ 100 ആവുക. സോ നമുക്ക് എഴുതാം. എന്നിട്ട് അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വിട്ടു പോയിട്ടുള്ളത് എഴുതി കൊടുക്കാം. സോ 3 × 9 + 3 = 30 ആണ്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും മക്കളെ? 4 × 9, 4 × 9 36 ആണ്. 36 + 4 40 ആണ്. 5 × 9 = 45 ആണ്. 45 + 5 50. 6 × 9 54 ആണ്. 54 + 6 60. 7 × 9 + 7 = 70. 8 × 9 + 8, അതായത് 8 × 9 എന്ന് വെച്ചാൽ 72. 72 + 8 = 80. 9 × 9, 9 × 9 81 + 9 = 90. 10 × 9 90 + 10 = 100. മനസ്സിലായോ മക്കളെ? യൂസിങ് ദിസ് പാറ്റേൺ കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഈ പാറ്റേൺ ഉപയോഗിച്ച് താഴെ തന്നിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, 15 × 9 + 15 = എത്രയായിരിക്കും? നമുക്കറിയാം 15ലേക്ക് ഒരു 0 ആഡ് ചെയ്താൽ മതി, 150. നെക്സ്റ്റ് 43 × 9 + 43. അപ്പം എന്താണ്? 43 വെച്ചാണ് 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 43ലേക്ക് ഒരു 0 ആഡ് ചെയ്യുക, 430. മൂന്നാമത്തേത് 78 × 9 + 78. അപ്പോൾ 78ലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 780 ആണ് ആൻസർ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം അവിടെ എഴുതാം. ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കൂ, 91 × 9 + 9. 91ലേക്ക് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ശേഷം അതിലേക്ക് 9 ആഡ് ചെയ്യുക. അപ്പോൾ 91ലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 910 ആണ് ആൻസർ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഏത് വന്നാലും ചെയ്തൂടെ? ഫൈൻഡ് ഔട്ട് ഈസി വേസ് ടു മൾട്ടിപ്ലൈ ബൈ 10 and 20 ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ. ഇനി 10 വെച്ചും 20 വെച്ചും ഒക്കെ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ടേബിൾ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കൂ, 10 × 10. 10 × 10 എന്ന് വെച്ചാൽ 1ഉം 1ഉം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ 100. പിന്നെ 11 × 10. അപ്പോൾ 11ലേക്ക് ഈ 10 മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 10 വെച്ച് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആ നമ്പറിലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 11ലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ 110. 13 × 10 ആകുമ്പോഴോ 13ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക, 130. 16 × 10. 16ലേക്ക് ഒരു 10 ഇട്ട് കൊടുക്കുക, 160. പിന്നെ അതുപോലെ 19 × 10. എത്ര വരും? 19ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക, 190. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മറ്റുള്ളത് ചെയ്യാൻ നോക്കൂ. 20 × 10 ആണെങ്കിൽ 20ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക, 200. 21 × 10 ആണെങ്കിലോ 21ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ 210. അതുപോലെ 22 × 10 ആകുമ്പോഴോ 22ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക, 220. 23 × 10 ആകുമ്പോൾ 23ലേക്ക് ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക, 230. ഇനി 20യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് അടുത്തത് നോക്കാനുള്ളത്. 10 × 20. അത് കാണാൻ എന്താ ചെയ്യേണ്ടത് മക്കളെ? ആദ്യം 2 0യിൽ അവസാനത്തിലുള്ള 0 ആണെങ്കിൽ മാത്രം കേട്ടോ, നടുവിലുള്ള അല്ല, അവസാനത്തിലുള്ള 0 ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ 0 അങ്ങോട്ട് മാറ്റി വെക്കുക. 1 × 2 ആവും അല്ലേ. 1 × 2 എന്ന് വെച്ചാൽ 2. പിന്നെ നമ്മൾ മാറ്റി വെച്ചാൽ 2 0 കൂടെ ഇട്ട് കൊടുക്കുക, അപ്പോൾ 200.
11 × 20 ആണെങ്കിൽ 11 × 2 ചെയ്യുക. അപ്പോൾ 22 ആണ്. അതിലേക്ക് ആ 0 ഇട്ട് കൊടുക്കുമ്പോൾ 220. അടുത്തത് 13 × 20 ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 13 × 2 നിങ്ങൾ ആദ്യം ചെയ്യുക. 13 × 2 എത്രയാണ്? 26 ആണ്. അതിലേക്ക് 0 ഇട്ട് കൊടുത്താൽ 260. 16 × 20, 16 × 2 ചെയ്യുക. 32 ആണ്. അതിലേക്ക് 0 ഇട്ട് കൊടുക്കുക. 320. അടുത്തത് 19 × 20 ആണ്. അപ്പോൾ 19 × 2 ചെയ്യുക. 38 ആണ്. 38ലേക്ക് 0 ഇട്ട് കൊടുത്താൽ 380. ഇതുപോലെ 20 × 20 എങ്ങനെ വരും? 20 × 2 അല്ലെങ്കിൽ 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 4ലേക്ക് 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 400. ഇനി നിങ്ങൾ 20 × 2 ആണ് ചെയ്യുന്നതെങ്കിൽ 40 കിട്ടും. അപ്പോൾ 40ലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 400. 21 × 20 ആകുമ്പോൾ 21 × 2 ആദ്യം ചെയ്യുക. 42 ആണ്. അതിലേക്കൊരു 0 ഇട്ട് കൊടുത്താൽ 420. 22 × 20 ചെയ്യുമ്പോഴോ 22 × 2 44 ആണ്. 44ലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ 440. അവസാനത്തേത് 23 × 20 ആണ്. 23 × 2 46 ആണ്. അതിലേക്കൊരു 0 ഇട്ട് കൊടുക്കുക. 460. ഇനി നോക്കൂ, 10 × 10, 10 × 10 = 100 ആണ്. 20 × 20, 20 × 20 2 × 2 ചെയ്യുക. 4 ആണ്. ശേഷം 2 0 ഇട്ട് കൊടുക്കുക. 400. 30 × 30, 3 × 3 9 ആണ്. 9ലേക്ക് 2 0 ഇട്ട് കൊടുത്താൽ 900. 40 × 40, 4 × 4 16 ആണ്. 16ലേക്ക് 2 0 ഇട്ട് കൊടുത്താൽ 1600. 50 × 50യോ 5 × 5 25 ആണ്. 25ലേക്ക് 2 0 ഇട്ട് കൊടുത്താൽ 2500. 60 × 60 ആണെങ്കിലോ 6 × 6 ആദ്യം ചെയ്യുക. 36 ആണ്. 36ലേക്ക് 2 0 ആഡ് ചെയ്താൽ 3600. 70 × 70, 7 × 7 49 ആണ്. 49ലേക്ക് 2 0 ആഡ് ചെയ്താൽ 4900. 8 × 80 വരുമ്പോഴോ 8 × 8 64 ആണ്. 64ലേക്ക് 2 0 ആഡ് ചെയ്താൽ 6400. 90 × 90, 9 × 9 81 ആണ്. 81ലേക്ക് 2 0 ആഡ് ചെയ്ത് കൊടുത്താൽ 8100. എളുപ്പമല്ലേ മക്കളെ? അപ്പോൾ 10 കൊണ്ടും 20 കൊണ്ടും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ സുഖമാണ്. ആ 0 ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ലാസ്റ്റ് 0 ആഡ് ചെയ്താൽ മതി. ലൈക്ക് ദിസ് ഫൈൻഡ് ഔട്ട് ഹൗ വി ക്യാൻ മൾട്ടിപ്ലൈ ബൈ 30, 40 ആൻഡ് 50 ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതുപോലെ 30 വെച്ച് 40 വെച്ച് 50 വെച്ച് എങ്ങനെയൊക്കെ നമുക്ക് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതിന് ഓരോരോ എക്സാമ്പിൾസ് നോക്കാം. ആദ്യം 30 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്ത് ചെയ്താൽ മതി? ഏത് നമ്പർ വെച്ചാണോ 30യെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ നമ്പർ വെച്ച് ആദ്യം 3യെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 30യിലുള്ള ആ 0 ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. എക്സാമ്പിൾ ആയിട്ട് 5 × 30 ആണെങ്കിൽ ആദ്യം 5 × 3 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 15 ആണ്. ലാസ്റ്റ് 15ലേക്ക് ഒരു 0 ആഡ് ചെയ്യുമ്പോൾ 150. 10 × 30 ആണെങ്കിലോ 10 × 3 ആദ്യം ചെയ്യുക. അപ്പോൾ 30 ആണ്. 30ലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ 300. 12 × 30 മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ 12 × 3 ആദ്യം ചെയ്യുക. 36 ആണ്. അതിലേക്ക് ഒരു 0 ആഡ് ചെയ്താൽ 360. ഇനി 15 × 30 ആണെങ്കിലോ 15 × 3 ആദ്യം ചെയ്യുക. 45 ആണ്. 45ലേക്ക് ഒരു 0 ആഡ് ചെയ്താൽ 450. പിന്നെ 20 × 30 ആണെങ്കിലോ 20 × 3 ആദ്യം ചെയ്യുക. അപ്പോൾ 60 ആണ്. അതിലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ 600. ഇനി 30 × 30 ആണെങ്കിൽ 3 × 3 ആദ്യം ചെയ്യുക. 9 ആണ്. പിന്നെ 30യിലുള്ള ഓരോ സീറോസ്, അതായത് 2 സീറോസ് അവസാനത്തേക്ക് ആഡ് ചെയ്യുക. സോ 900 ആയി. അപ്പോൾ 30 വെച്ച് ഏത് നമ്പർ കിട്ടിയാലും മൾട്ടിപ്ലിക്കേഷൻ സുഖമല്ലേ? ഏത് നമ്പറാണോ ആ നമ്പറിനെ വെച്ച് 3യെ മൾട്ടിപ്ലൈ ചെയ്യുക. അവസാനം ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 40 ആണെങ്കിൽ നോക്കാം. ആദ്യം 40 ആണെങ്കിൽ ഏത് നമ്പർ വെച്ചാണോ 40യെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ നമ്പർ വെച്ച് നിങ്ങൾ 4നെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവസാനം ഒരു 0 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 5 × 40 ആണെങ്കിൽ 5 × 4 ആദ്യം ചെയ്യുക. 20 ആണ്. 20ലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ 200. 7 × 40 ആണെങ്കിൽ 7 × 4 ആദ്യം ചെയ്യുക. 28 ആണ്. അതിലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ 280. ഇനി 10 × 40 ആണെങ്കിലോ 10 × 4 ആദ്യം ചെയ്യുക. 40 ആണ്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ 400. പിന്നെ 15 × 40 ആണെങ്കിലോ 15 × 4 ആദ്യം ചെയ്യുക. 60 ആണ്. അതിലേക്കൊരു 0 ആഡ് ചെയ്താൽ 600. 20 × 40 ആണെങ്കിൽ
2 × 4 ആദ്യം ചെയ്യുക, 8 ആണ്. പിന്നെ 20-ലും 40-ലും ഉള്ള 0, 2 സീറോകളുണ്ട്, അത് ആഡ് ചെയ്യുക, അപ്പോൾ 800. ഇനി 40 × 40 ആണെങ്കിൽ 4 × 4 16 ആണ്. അവസാനം ആ 2 സീറോ കൂടെ ആഡ് ചെയ്യുമ്പോൾ 1600. ഇനി ഇതുപോലെ തന്നെയാണ് 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആദ്യം ആ സംഖ്യയെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അവസാനത്തേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 5 × 50 ആണെങ്കിൽ ആദ്യം 5 × 5 ചെയ്യുക, 25 ആണ്, എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കുക, 250 ആണ് അപ്പോൾ ആൻസർ. 10 × 50 ആണെങ്കിലോ 10 × 5 50 ആണ്, പിന്നെ അതിലേക്ക് 50യുടെ 0 കൂടെ ഇടുമ്പോൾ 500. പിന്നെ 12 × 50 ആണെങ്കിൽ 12 × 5 ആദ്യം ചെയ്യുക, 12 × 5 60 ആണ്, 60യിലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ 600. 15 × 50 ആണെങ്കിലോ 15 × 5 75 ആണ്, സോ 75ലേക്ക് ഒരു 0 കൂടെ ഇടുക, 750 ആണ് ആൻസർ. ഇനി 20 × 50 ആണെങ്കിലോ 20 × 5 100 ആണ്, 100ലേക്ക് ഒരു 0 കൂടെ ഇടുക, അപ്പോൾ 1000 ആണ് ആൻസർ. ഇനി 50 × 50 ആണെങ്കിലോ 5 × 5 25 ആണ്, പിന്നെ അതിനുശേഷം 2 സീറോ ഇടുക, 50യിൽ 2 സീറോ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, 2 സീറോ ഇടുക, അപ്പോൾ 2500 ആണ് ആൻസർ. അപ്പോൾ ഇതുപോലെ ഏത് സംഖ്യയെയും നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമല്ലോ. 10ഉം 20ഉം 30ഉം 40ഉം 50 മാത്രമല്ല 60 കൊണ്ടും 70 കൊണ്ടും 80 കൊണ്ടും ഒക്കെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് ചെയ്താൽ മതി, സീറോയെ മാറ്റി വെച്ച് ബാക്കിയുള്ള സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യം, എന്നിട്ട് അവസാനത്തേക്ക് 0 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ വരുന്ന ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും അതിൽ ചെയ്ത വർക്ക്സും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്